ധാരാളം സ്പൈസസുകളൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന മസാല ചായയെക്കുറിച്ച് എല്ലാവരും തന്നെ കേട്ടിരിക്കും. ഈ മസാല ചായ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ട്. പ്രത്യേകിച്ച് നല്ല രീതിയിലുള്ള ദഹനം നടക്കാൻ, നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടാൻ, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ചായക്കുണ്ട്. ഈ ചായ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് ഈ ചായ എളുപ്പത്തിൽ തയ്യാറാക്കുക എന്നും നോക്കാം. മസാല ചായ തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഏലക്ക, കുരുമുളക്, ഗ്രാമ്പൂ, ഇഞ്ചി, കറുവപ്പട്ട, പെരിഞ്ജീരകം, തുളസി, ചായപ്പൊടി. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മസാല തയ്യാറാക്കണം. അതിനായിട്ട് സ്പൈസസ് എല്ലാം തന്നെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. 1 മിനിറ്റ് മാക്സിമം വറുത്തെടുത്താൽ മതിയാകും. അതിനായി ഒരു പാൻ എടുത്ത് ചൂടാക്കിയ ശേഷം അതിലേക്ക് ഗ്രാമ്പൂ, കുരുമുളക് എന്നിവ ചേർക്കുക. അതിനുശേഷം ഇതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി പെരിഞ്ജീരകം ചേർക്കാം. അതിനുശേഷം കറുവപ്പട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ദഹന സംബന്ധമായ രോഗങ്ങൾക്ക് ഏലക്ക ഉപയോഗിക്കുന്നത് നല്ലതാണ്. വയറ് ശാന്തമാകാൻ ഏലക്ക ചായയിൽ ഉപയോഗിക്കുന്നത് വഴി സഹായിക്കും. അൾസർ ഉണ്ടാക്കാതെ തടയാനും ഏലക്ക നല്ലതാണ്. അതുപോലെ തന്നെ കുരുമുളക് ഒരുപാട് ധാതുക്കളും ആന്റി ഓക്സിഡന്റ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. ഇത് ചുമ, ജലദോഷം എന്നിവയ്ക്കൊക്കെ നല്ലതാണ്. മാത്രമല്ല നല്ല ദഹനത്തിനും ഇത് സഹായിക്കും. ഗ്രാമ്പൂവിൽ ധാരാളം പോഷകങ്ങളുണ്ട്. അതുകൊണ്ട് സ്റ്റൊമക് അൾസർ കുറയ്ക്കാനായിട്ട് ഗ്രാമ്പൂ സഹായിക്കും. പെരിഞ്ജീരകം കണ്ണിന്റെ കാഴ്ച മെച്ചപ്പെടുത്താനും ദഹനം മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ കറുവപ്പട്ട ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സഹായിക്കും. അതുപോലെ BP കുറയാനും ഇത് സഹായിക്കും. ഇത് 1 മിനിറ്റ് വറുത്താൽ മതിയാകും. അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതെല്ലാം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഇവിടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചായ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായി ഒരു പാനിൽ 1/2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക. ഒരാൾക്കുള്ള അളവിലാണ് ഇവിടെ തയ്യാറാക്കുന്നത്. നന്നായി തിളച്ചു വരുമ്പോൾ 2 സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം തിളപ്പിക്കുക. ഇനി ആവശ്യത്തിന് കടുപ്പമായതിനു ശേഷം നമുക്ക് പാല് ചേർക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1/4 സ്പൂൺ മസാല ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഒരു നുള്ള ഇഞ്ചിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തുളസിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി തിളപ്പിക്കുക. തിളച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്യാം. നമ്മുടെ മസാല ചായ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെക്കാം. ഈ ഒരു ചായ കുടിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഇതിൽ കറുവപ്പട്ട, ഗ്രാമ്പു തുടങ്ങിയവയൊക്കെ അടങ്ങിയതിനാൽ തന്നെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും സഹായിക്കും. ദഹനത്തിനും ഇത് വളരെ നല്ലതാണ്. ധാരാളം ആന്റി ഓക്സിഡന്റ്സും ഈ ചായയിലുണ്ട്. ഇതുപോലെ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നത് വളരെ നല്ലതാണ്. എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ മസാല ചായ തയ്യാറാക്കുന്നതെന്ന് കണ്ടില്ലേ? രുചിയുടെ കാര്യത്തിലാണെങ്കിലും ഗുണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മസാല ചായ മറ്റേത് ചായകളുടെക്കാളും ഒരു പടി മുന്നിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളും ഈ ചായ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.